മുകേഷിനെതിരായ പീഡന പരാതിയിൽ പ്രതിസന്ധിയിൽപ്പെട്ട് കോൺഗ്രസും പീഡന കേസുകളിൽ ഉൾപ്പെട്ട തങ്ങളുടെ എംഎൽഎമാർക്ക് സംരക്ഷണം ഒരുക്കിയതാണ് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ സിപിഎമ്മിന്റെ പ്രതിരോധം. നടനും ഭരണകക്ഷി എംഎൽഎയുമായ മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നിട്ടും ശക്തമായ പ്രതിഷേധമുയർത്താൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സമാനമായ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടവരാണ് കോൺഗ്രസിന്റെ 2 എംഎൽഎമാർ. കോവളം പെരുമ്പാവൂർ എംഎൽഎമാരായ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും പീഡനക്കേസുകളിൽ പ്രതികളാണ്. ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന കേസിൽ കോവളം എംഎൽഎ വിൻസെന്റ് 2017 1 മാസത്തോളം ജയിലിൽ കിടന്നിരുന്നു. എംഎൽഎ കടയിലും വീട്ടിലും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു മൊഴി. എറണാകുളം സ്വദേശിയായ അധ്യാപികയുടെ പരാതിയിൽ 2022 ഒക്ടോബറിലാണ് പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പീഡനക്കേസ് രജിസ്റ്റർ ചെയ്തത്. എംഎൽഎ വിവാഹ വാഗ്ദാനം നൽകി നിരവധി തവണ പീഡിപ്പിച്ചതായി യുവതി മജിസ്ട്രേറ്റിന് മൊഴി നൽകി. ഈ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാലാണ് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഒഴിവായത്. കേസിൽ പ്രതിയായെന്ന് കരുതി എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടെന്നായിരുന്നു അന്ന് കോൺഗ്രസിന്റെ നിലപാട്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്തുന്നതും. മുകേഷിന്റെ രാജിയിൽ പ്രതികരിച്ച ഇ.പി. ജയരാജൻ ഇന്ന് ആയുധമാക്കിയതും ഇതേ വിഷയമാണ്. നിങ്ങൾ രാജിയാണ് ഒരു എംഎൽഎ ചെയ്ത തെറ്റിൻ്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 എംഎൽഎമാർ രാജിവെക്കണം എന്ന വാദം നിങ്ങൾ ഉന്നയിക്കാതെ അത് മറച്ചുവെച്ച് രണ്ടും രണ്ടല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എംഎൽഎമാരുടെ പ്രശ്നമാണെങ്കിൽ എല്ലാ എംഎൽഎമാർക്കും ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്വീകരിക്കും. ഈ പ്രതിസന്ധി മുകേഷിനെതിരായ കോൺഗ്രസിന്റെ സമരങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. അതേസമയം കോൺഗ്രസ് മുൻനിലപാട് തുടർന്നും ആയുധമാക്കാനാണ് സിപിഎമ്മിന്റെ നിലവിലെ തീരുമാനം. ജനം, തിരുവനന്തപുരം.